കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പും പാലക്കാട് നടന്ന ഉപതിരഞ്ഞെടുപ്പും ഞങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രാഥമികമായിട്ട് വിലയിരുത്തുമ്പോൾ ഈ ബി ജെ പിയുടെ ഒരു കടന്നുവരവ് നരേന്ദ്രമോദിക്കൊരു പ്രഭാവമുണ്ടായിരുന്ന ആ തുടക്കകാലത്ത് കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ടുകളിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകളിൽ ഒരു വല്ലാത്ത വ്യതിയാനം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് ആദ്യഘട്ടത്തിൽ കണ്ടെത്താനും പറ്റിയില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും ഒരു വോട്ടൊഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ അതിന് മറുതന്ത്രങ്ങൾ കൃത്യമായിട്ട് പറ്റി. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിങ്ങളെടുത്ത് നോക്ക്. RSSന് ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം നൽകുന്ന മൂത്താന്തറയിൽ വരെ കോൺഗ്രസ് കയറിയിട്ടുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ബേസുകൾ ഉണ്ടായിരുന്ന ആ കമ്മ്യൂണിറ്റിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളും ബൂത്തുകളും നിങ്ങളെടുത്ത് പരിശോധിക്കുക. കോൺഗ്രസ് 15 കൊല്ലത്തിന് ശേഷം അതിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എന്താണ് മാറ്റം? ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഇടയിൽ പോലും കോൺഗ്രസ് ആണ് നല്ലത് CPMനെ പരാജയപ്പെടുത്താൻ എന്നൊരു തോന്നൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ്റെ പരാജയം എന്താണെന്നറിയോ? മറ്റെല്ലാ സ്റ്റേറ്റുകളിലും അവർ കോൺഗ്രസ് വിരോധമാണ് അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരത് എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് അവർ ഉയർത്തിപ്പിടിക്കാറ്. എന്നാൽ കേരളത്തിലെ സാഹചര്യത്തിൽ അതല്ല. എന്തുകൊണ്ടാണെന്നറിയോ? കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വന്നു. എവിടെയൊക്കെയാണ് മുന്നോട്ട് വന്നത് അഭിലാഷേ? 1 ആലപ്പുഴ, 2 ആറ്റിങ്ങൽ, 3 തൃശ്ശൂരിലെ അന്തിക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അങ്ങനെ നിങ്ങൾ ഒരു സെഗ്മെന്റ് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കും. ആ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കോൺഗ്രസിന്റെ വോട്ട് ബേസുകളിലേക്ക് BJPക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കയറാൻ പറ്റിയിട്ടില്ല. എന്നാൽ അവർ പാർലമെന്റിൽ പയറ്റിയ തന്ത്രത്തിന്റെ ഫലമായി ഇടതുപക്ഷത്തിന്റെ വോട്ട് ബേസിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ഇടതുപക്ഷം ദുർബലപ്പെടുകയും അവിടെ BJP വല്ലാതെ വളരുകയും ചെയ്തു. ഉദാഹരണം, 34,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച അസംബ്ലി മണ്ഡലമാണ് ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലം. അതൊരു SC/ST മണ്ഡലമാണ്. ആ മണ്ഡലം B സത്യൻ ജയിക്കുന്നത് 43,000 വോട്ടിന്. കഴിഞ്ഞ കാലങ്ങൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളിവിടെ പരിശോധിക്കുമ്പോൾ അവിടെ BJP CPMന്റെ വോട്ട് ബേസിനെ ഒന്നാകെ വിഴുങ്ങാൻ പറ്റി. നിങ്ങൾ നോക്ക്, ആലപ്പുഴയിൽ അമ്പലപ്പുഴ, കായംകുളം ഉൾപ്പെടെ നിങ്ങൾ വോട്ട് ബേസ് പരിശോധിച്ച് നോക്ക്. CPMന്റെ വോട്ട് ബേസുകൾ അഥവാ CPMന് കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്ന സാമൂഹിക ഗ്രൂപ്പുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലേക്ക് BJP ഇടിച്ചു കയറാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് വിജയിക്കാൻ പറ്റി. ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്? ഐക്യ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ നിലനിർത്തുന്ന വോട്ട് ബേസിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാമൂഹിക സംവിധാനത്തിനിടയിലേക്ക്, സാമൂഹിക ഗ്രൂപ്പുകൾക്കുള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ എന്ത് മനസ്സിലായി? ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഉന്നയിച്ച ആ കാര്യം ശരിയാണ്. CPMന്റെ അടിസ്ഥാന വോട്ട് ബേസിലേക്ക് ഈഴവ വിഭാഗങ്ങളിലേക്ക് BJPക്ക് കടന്നു കയറാൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. പക്ഷേ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ BJP എന്ന പാർട്ടി ദുർബലമാകുന്ന പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ഇഫക്റ്റ് നള്ളിഫൈ ചെയ്യപ്പെടുകയും മറുവശത്ത് ഇപ്പോ SDP-യുടെ പ്രകടനമൊക്കെയാണല്ലോ വലിയ വാർത്ത. മറുവശത്ത് കോൺഗ്രസ് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്ന മട്ടിൽ ഒരു ധ്രുവീകരണം ഉണ്ടാവുകയും ചെയ്താൽ CPMന്റെ പോയ ഈ വോട്ടുകളൊക്കെ, അതായത് BJPയിലേക്ക് പോയ വോട്ടുകളൊക്കെ BJP ദുർബലമാകുന്ന സാഹചര്യത്തിൽ CPMലേക്ക് തിരികെ വരില്ലേ? അപ്പൊ പിന്നെ CPM ജയിക്കില്ലേ? നിങ്ങൾ തോക്കില്ലേ? അപ്പൊ നോക്കൂ, അതിനകത്ത് 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, കുറെ കാലങ്ങളായി 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ കേന്ദ്രീകൃതങ്ങളായിട്ടുള്ള 44 സീറ്റുകളിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒന്ന് എടുത്ത് പരിശോധിച്ചു അഭിലാഷേ. ഇടതുപക്ഷത്തിനായിരുന്നു. പിണറായി വിജയനാണ് RSSനെയും BJPയെയും തടുക്കാൻ നല്ലത് എന്നുള്ള ചിന്താഗതിയിൽ ന്യൂനപക്ഷങ്ങൾ ഒന്നാകെ വന്ന് CPMനെ ഇടിക്കുകയായിരുന്നു. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങൾ ഒന്നാകെ CPM ആവുകയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷവും അതും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇങ്ങോട്ടും ഞങ്ങൾ വളരെ തന്ത്രപരമായിട്ട് ഇടപെട്ടതിൻ്റെ ഫലമായി ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്നത് RSS ആണ്, ADGP RSS ആണ്. പിണറായി വിജയന്റെ PR ടീം പത്രസമ്മേളനം കൈകാര്യം ചെയ്തത് RSS ആണ്. ചീഫ് സെക്രട്ടറിമാർ RSS ആണ്. പിന്നെ അണ്ടർ സെക്രട്ടറിമാർ RSSന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഹിന്ദു ഗ്രൂപ്പും മുസ്ലിം ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പുകളും ഉണ്ടാക്കുന്നവരാണ്. RSSന്റെ നിയന്ത്രണത്തിൽ RSSന്റെ രണ്ടാമത്തെ ആൾ ഹൊസബലയുമായി ചർച്ച ചെയ്യാൻ പിണറായി ADGP-യാണ് വിടുന്നത്. അതിനുവേണ്ടി 500 കൊല്ലം പഴക്കമുള്ള പൂരം കലക്കാൻ പിണറായി തയ്യാറാകുമ്പോൾ അതിന് കൂട്ടുപിടിക്കുന്ന ആളാണ് സുരേന്ദ്രന്റെ BJP. ഇത് കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഒരു കാര്യം ഞാൻ അഭിലാഷോട് പറയാം, ഇവിടെ ഷാബു പ്രസാദിൽ പ്രേരിപ്പുണ്ട്. കോൺഗ്രസിനെയും UDF-ന്റെയും വോട്ട് ബേസുകളെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാൽ ശരി, പാറയിൽ പല്ലിട്ട് കടിക്കുന്നത് പോലുള്ള അനുഭവം വീണ്ടും BJP-ക്ക് ഉണ്ടാവും. എന്നാൽ കോൺഗ്രസിനെ വിട്ട് ഇടതുപക്ഷത്തേക്ക് അവർ എപ്പോ കയറാൻ ശ്രമിച്ചോ, ഇടതുപക്ഷത്തിന്റെ വോട്ട് ബേസിലേക്ക് എപ്പോൾ അവർ കയറാൻ ശ്രമിച്ചോ, അവിടെ ചെറിയ പ്രതീക്ഷ അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇവിടെ കോൺഗ്രസ് മുക്ത കേരളം, UDF മുക്ത കേരളം എന്നത് മറ്റു സ്റ്റേറ്റുകളിൽ ഏൽക്കുന്നത് പോലെ കേരളത്തിൽ ഏൽക്കുന്ന സാമൂഹിക ഘടനയും പ്രാദേശിക ഘടനയും ഇല്ല എന്നെങ്കിലും സുരേന്ദ്രൻ മനസ്സിലാക്കുന്നിടത്താണ് അയാൾക്ക് പരാജയം. നോക്ക്, കഴിഞ്ഞ കുറെ കാലമായി ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞുതരാം. കഴിഞ്ഞ കുറെ കാലമായി സുരേന്ദ്രനും പിണറായി വിജയനും ഒരുമിച്ചല്ലേ യാത്ര. സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസ് ആവിയായി പോകുന്നു. സുരേന്ദ്രന്റെ മകനും പ്രൈവറ്റ് സെക്രട്ടറിയും ഡ്രൈവറുമെല്ലാം ഉൾപ്പെടുന്ന കേസുകളിൽ മെല്ലെപ്പോക്ക് നയമുണ്ടാകുന്നു. സുരേന്ദ്രൻ തന്നെ മുൻകൈയെടുത്ത് പിണറായി വിജയന്റെ മകളുടെ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നു. തൃശൂർ പൂരം തന്നെ ADGP-മാർ കലക്കുന്നു. ആ റിപ്പോർട്ടുകൾ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. അതിന്റെയൊക്കെ വിളവെടുപ്പ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകളിൽ നടക്കും. ആവട്ടെ, ഞാൻ